ഞാൻ ഡോക്ടർ ടി എൻ സുധാകരൻ നായർ പുനലൂർ. ഞാൻ സ്ഥിരമായി യൂട്യൂബ് ചാനലിൽ ഹെൽത്ത് ടോപ്പിക്സ് ഇടാറുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ പൊട്ടാഷ്യം ലെവൽ കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയെപ്പറ്റിയാണ്. ഹൈപ്പോകേലീമിയ എന്ന് പറയും, അതായത് പൊട്ടാഷ്യം ബാലൻസ്. നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ചില അയോൺസ് ആണ് സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇത് ഓരോന്നും കുറയുകയും കൂടുകയും ചെയ്യാനുള്ള അസുഖങ്ങൾ കുറേയൊക്കെ ചെയ്യുമ്പോൾ അസുഖങ്ങൾ, ഉദാഹരണം സോഡിയം കുറയുന്നതിന് ഹൈപ്പോനെട്രീമിയ എന്ന് പറയും, അത് ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്. കാൽസ്യം കുറയുന്നതിന് ഹൈപ്പോ കാൽസീമിയ എന്ന് പറയും. മഗ്നീഷ്യം കുറയുന്നതിന് ഹൈപ്പോ മഗ്നീഷീമിയ എന്ന് പറയും. അന്ന് ഞാൻ പ്രധാനമായിട്ടിരുന്നത് ഹൈപ്പോകേലീമിയാണ്. അതിടാൻ കാരണം ഇന്നലെ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഹൈപ്പോകേലീമിയായിട്ട് വന്നു. അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഹൈപ്പോകേലീമിയ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കോമൺ ആണ്, അതുകൊണ്ട് അതിടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടുന്ന ഈ ടോപ്പിക്ക് എൻ്റെ എൻ്റെ പേഷ്യൻസിനും പൊതുജനങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മലയാളത്തിലിടുന്നത്. ടെക്നിക്കൽ വാക്കുകളൊക്കെ കഴിവതും ഒഴിവാക്കി മലയാളത്തിലിടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഹൈപ്പോകേലീമിയ? ഹൈപ്പോകേലീമിയ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കുറയുക. നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ടുള്ള പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഈ സോഡിയം എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലറും പൊട്ടാഷ്യം ഇൻട്രാ സെല്ലുലർ. 98% ഓഫ് ദി പൊട്ടാഷ്യം ഈസ് ഇൻ ദി 98% ഓഫ് പൊട്ടാഷ്യം ഈസ് ഇൻട്രാ സെല്ലുലാർ, സെല്ലിനകത്താണ്. 2% മാത്രമേ എക്സ്ട്രാ സെല്ലുലർ ഉള്ളൂ. അതിൽ തന്നെ 4/3 സ്കെലിറ്റൽ മസിൽസിനകത്താണ്. നമ്മൾ സാധാരണ ഒരാൾ ഡെയിലി കഴിക്കുന്നത് 57 to 78 നാനോ മൈക്രോമോൾസ് പെർ ലിറ്റർ അല്ലെങ്കിൽ മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ പൊട്ടാഷ്യമാണ് നമ്മൾ സാധാരണ ആഹാരത്തിൽ കൂടെ കഴിക്കുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം ഉള്ളത് ഫ്രൂട്ട്സ്, അതുപോലെ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം, പിന്നീട് പാല്, മുട്ട, തേനിൽ ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്. അതായത് മധുരമുള്ള എല്ലാ സാധനത്തിലും പൊട്ടാഷ്യം ഉണ്ട്, ഫ്രൂട്ട്സിനകത്തില്ല. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പൊട്ടാഷ്യം നഷ്ടപ്പെടുന്നത് നോക്കാം. പിന്നീട് സ്മോൾ ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിലെ വിയർപ്പിൽ കൂടെ നഷ്ടപ്പെടും, മലത്തിൽ കൂടെ കുറച്ച് നഷ്ടപ്പെടും, ബാക്കിയെല്ലാം യൂറിനിൽ കൂടെയാണ് നഷ്ടപ്പെടുന്നത്. ഒരാളിൻ്റെ നോർമൽ എന്ന് പറയുന്നത് 3.5 to 15 മില്ലിമോൾസ് പെർ ലിറ്റർ അല്ലെങ്കിൽ മില്ലി ഇക്വലൻസ് പെർ ലിറ്ററാണ്. നമ്മളെ അല്ലാതെ മില്ലിഗ്രാമിൽ പറഞ്ഞാൽ 3.5 to 4.5 ആണ് വേണ്ടത്. ഇനി ഈ പൊട്ടാഷ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയാനുള്ള കാരണം എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഇൻട്രാ സെല്ലുലാർ ആക്ടിവിറ്റീസിനും പൊട്ടാഷ്യം അത്യാവശ്യമാണ്. പൊട്ടാഷ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയാനുള്ള കാരണം ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സ്റ്റാർവേഷനാണ്. ആഹാരം കഴിക്കാതെ ഇപ്പോൾ സത്യാഗ്രഹം എടുക്കുന്നു, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നു, ആഹാരമൊന്നും കഴിക്കാതെ, അതായത് ഇനാഡിക്വേറ്റ് ഇൻടേക്ക്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി പൊട്ടാഷ്യത്തിൻ്റെ ലഭ്യത കുറയുക. രണ്ടാമത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, സിവിയർ വൊമിറ്റിങ്. ഒരു പേഷ്യൻ്റ് ഒരുപാട് പ്രാവശ്യം വൊമിറ്റ് ചെയ്താൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കൂടെയും നമ്മളെ ശരീരത്തിൽ നിന്നുള്ള ഒരുപാട് പൊട്ടാഷ്യം വൊമിറ്റിങ്ങിൽ കൂടെ നഷ്ടപ്പെടാറുണ്ട്. പിന്നെ സിവിയർ ഡയറിയ, അതായത് അമിതമായി വയറിളക്കം പോലെ വരിക, വെള്ളം പോലെ മല പോകുമ്പോൾ ആ വെള്ളത്തിനകത്ത് പൊട്ടാഷ്യത്തിൻ്റെ അംശമുണ്ട്. അതാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ORS കലക്കി കുറക്കുന്നതിൻ്റെ കാരണം അതാണ്. സോഡിയവും പൊട്ടാഷ്യവും ഒക്കെ നമ്മുടെ ഈ വയറിളക്കമുള്ള ആളുകൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന കണ്ടീഷൻ ഉണ്ട്. കൂടെ ഇങ്ങനെ മല പോവും. അവരുടെ ലാർജ് ഇൻറ്റെസ്റ്റിനകത്ത് അൾസറുണ്ട്, അവരുടെ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള മലം എപ്പോഴും അവർക്കും വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് കോഫി കുടിക്കുന്നവർക്ക് ചിലപ്പം ഹൈപ്പോകാൽസ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും വലിയ മേജർ സർജറി ചെയ്യുക, പിന്നെ മേജർ ഇഞ്ചുറി ഉണ്ടാവുക, അതൊക്കെ ചെയ്താൽ 1-2 ദിവസത്തിനകം ഹൈപ്പോകേലീമിയ വരും. പിന്നീട് രക്തത്തിനകത്തുള്ള ചില ട്യൂമേഴ്സ് ഉണ്ട്, വില്ലസ് ട്യൂമേഴ്സ്. അങ്ങനെയാണെങ്കിൽ തന്നെയും പിന്നീട് അത് കൂടെ മല പോവുക, അല്ലെങ്കിൽ വെള്ളം പോലെ മല പോവുക ഒക്കെ വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഗ്യാസ്ട്രോഡുവോഡിനൽ ആസ്പിറേഷൻ ചെയ്യും. ഒരു റൈസ് ട്യൂബ് ഇട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആസ്പിറേഷൻ ചെയ്യേണ്ട ചില കണ്ടീഷൻ ഉണ്ട്. ഉദാഹരണം ഓപ്പറേഷനൊക്കെ ചെയ്ത പേഷ്യൻറ്റിന്, പിന്നെ പെരിട്ടണൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻറ്റിന്, പിന്നെ ഒരുപാട് കണ്ടീഷൻസിൽ സർജിക്കൽ കേസിൽ നമ്മൾ ഗ്യാസ്ട്രോഡുവോഡിൽ ആസ്പിറേഷൻ ചെയ്യും. ആ ആസ്പിറേറ്റിൽ കൂടെ ഒരുപാട് പൊട്ടാഷ്യം നഷ്ടപ്പെടാം. പിന്നെ ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, ബിലിയറി ഫിസ്റ്റുല, എക്സ്റ്റേണൽ ഫിസ്റ്റുല.
അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിലുള്ള ഏതെങ്കിലും ഭാഗം പുറമേ പോകുന്നതിനാണ് ഫിറ്റുല എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്റ്റേണൽ ഫിറ്റുല ഉണ്ട്. പിന്നെ ആൽക്കലോസിസ് എന്ന കണ്ടീഷൻ ഉണ്ട്. അതായത് രക്തത്തിനകത്ത് ആൽക്കലിൻ്റെ അംശം കൂടുക, അങ്ങനെയുള്ള കണ്ടീഷനുണ്ട്. അതായത് ഒരുപാട് പൊട്ടാഷ്യം ബൈക്കാർബണേറ്റൊക്കെ ചേർന്ന മരുന്നുകൾ കണ്ടമാനം കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ആളുകളുണ്ട്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻറ്റിന് പോസ്റ്റ് മയോകാർഡ് ഇൻഫാർക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കിഡ്നി ഡാമേജ് ഉള്ള പേഷ്യൻ്റ് റീനൽ ട്യൂബുലാർ അസിഡോസിസ് എന്ന കണ്ടീഷൻ ഉണ്ട്, അങ്ങനെയുള്ള സംശയം. പിന്നെ മേജർ ഹെഡ് ഇഞ്ചുറിയൊക്കെ വന്നാൽ പേഷ്യൻറ്റിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ഡ്രഗ്സ് ഉണ്ട്, തിയോഫിലിൻ എന്നാണ് ശ്വാസം മുട്ടി കൊടുക്കുന്ന ചില തിയോഫിലിൻ ചേർന്ന മരുന്നുകളുണ്ട്. പിന്നെ ടോട്ടൽ പേരൻ്റൽ ന്യൂട്രീഷൻ, അതായത് പേഷ്യൻറ്റിന് യാതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ കംപ്ലീറ്റ് IV ഫ്ലൂയിഡ് മാത്രമാണ് പേഷ്യൻ്റ് ആഹാരമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ സോഡിയം ഒക്കെ ഒരുപാട് കൊടുക്കുമ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയും. അതുപോലെ ഹൈപ്പോതെർമിയ, അതായത് ടെമ്പറേച്ചർ ഒരുപാട് കുറയുന്ന കണ്ടീഷൻ, സബ് നോർമൽ ടെമ്പറേച്ചറിലാവുമ്പം ഹൈപ്പോതെർമിയ വന്നാൽ ഇത് ഇതിനൊരു കാരണമാണ്. അതുപോലെ ബേറിയത്തിൻ്റെ ടോക്സിറ്റി ഉണ്ടെങ്കിലും പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയാം. പിന്നെ നമ്മൾ മൂത്രം കൂടുതൽ പോകാനായിട്ടുള്ള മരുന്ന് പല അസുഖം കൊടുക്കും. ഉദാഹരണം നീരുള്ള കണ്ടീഷൻസ് കൊടുക്കും, ഹാർട്ട് ഫെയിലിയറിനുള്ള പേഷ്യൻറ്റ്, ഹാർട്ട് ഫെയിലിയറൊക്കെ ഉള്ള പേഷ്യൻറ്റ് കൊടുക്കും. അങ്ങനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനൊക്കെ നമ്മൾ ഈ ലാസിക്സ് പോലത്തെ ഇഞ്ചക്ഷൻസും ഡയൂററ്റിക്സ്, അതായത് യൂറിൻ കൂടുതൽ പോകാൻ വേണ്ട മരുന്നുകൾ കൊടുക്കുമ്പം പൊട്ടാഷ്യം സ്പെയറിങ് അല്ലാത്ത ഡയൂററ്റിക്സ് ഉണ്ട്, പലതരത്തിലുള്ള ഡയൂററ്റിക്സ് ഉണ്ട്. ലൂപ്പ് ഡയൂററ്റിക്സ് കൊടുക്കുമ്പോൾ ഈ പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരും. പിന്നെ ഹോർമോണൽ മിനറലോ കോർട്ടിക്കോയിഡ് ADHൻ്റെ ഒക്കെ കൂടുകൊണ്ട് വരാം. ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിൻ്റെ എക്സസ് കൊണ്ട് വരാം. പിന്നീട് ഈ ADH ഉള്ള പേഷ്യൻറ്റിന് സോഡിയം റിറ്റൻഷൻ വരും. സോഡിയം കാരണം ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, അതായത് ഡയൂറോസിസ് എന്ന് വെച്ചാൽ യൂറിൻ പോകുന്ന കണ്ടീഷൻ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്ന് പറയാം. അതിൻ്റെ എക്സസ് ഉള്ള കണ്ടീഷൻ വരുമ്പോൾ പിന്നീട് സോഡിയത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടുകയും പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. പിന്നെ ക്രോണിക് ആൽക്കഹോളിസം ഉള്ള പേഷ്യൻ്റ് എപ്പോഴും വൊമിറ്റിംഗ് ഒക്കെ വരികയും അവർ ആൽക്കഹോളിസം സച്ച് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയാൻ കാരണമുണ്ട്. പിന്നെ ചില പ്രത്യേക തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് ഹൈ ഡോസ്, ഉദാഹരണം പെനിസിലിൻ, കാർബൻസിലിൻ, ജെൻജാമൈസിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ നമ്മൾ സ്ഥിരം കൊടുത്താൽ അതിൻ്റെ ഒരു ടോക്സിറ്റിയായിട്ട് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയാൻ സാധിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പൊട്ടാഷ്യം നമുക്ക് കുറയാം. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം ലോസ് വരുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അമിതമായി ഡയറിയ വോമിറ്റിംഗ്, കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ചും. പിന്നീട് പോസ്റ്റ് ഓപ്പറേഷൻ വലിയ മേജർ സർജറിയെ കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ പൊട്ടാഷ്യം സപ്ലിമെൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ ഹെഡ് ഇഞ്ചുറി, മേജർ ട്രോമ, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഫിസ്റ്റുല, പിന്നെ ഈ ഗ്യാസ്ട്രോഡുവോഡിനൽ ആസ്പിറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല കണ്ടീഷൻ കൊണ്ടും നമുക്ക് പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കുറയാം. അത് വളരെ ക്ലിനിക്കലായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസുഖമാണ്. കാര്യം ഈ പൊട്ടാഷ്യം ഡെഫിഷ്യൻസി ആണെന്ന് അറിയാതെ നമ്മൾ വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ആ അസുഖം മാറത്തില്ല. അപ്പം അതിൻ്റെ ക്ലിനിക്കൽ പിക്ചർ നമുക്ക് നോക്കാം. പേഷ്യൻ്റ് വന്നാൽ പേഷ്യൻ്റ് അങ്ങ് ലിസ്റ്റ്ലെസ്, യാതൊരു അനക്കമില്ലാതെ കിടക്കും, ചത്തതുപോലെ മരിച്ചത് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും പേഷ്യൻ്റ് മരിച്ചതാണ്, അനക്കമില്ലാതെ കിടക്കുക, ബെഡിലായിരിക്കും കിടക്കുന്നത്. അത് ഞാൻ ഈ പറയാൻ പോകുന്ന സിംറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞു 3.5 to 5 മില്ലി ഇക്വലൻസ് പെർ ലിറ്ററാണ് നോർമൽ വേണ്ടത്. 3 കുറഞ്ഞാലുള്ള അവസ്ഥയാണിത്. സ്പീച്ച് സ്ലർഡാണ്, അതായത് സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകും, നമ്മൾ വിചാരിക്കും CV ആണെന്ന്, അതായത് സ്ട്രോക്കിൻ്റെ ആരംഭമാണെന്ന് തെറ്റിദ്ധരിക്കും. പിന്നീട് ഭയങ്കര ഡ്രൗസിനെസ് ആയിരിക്കും പേഷ്യൻ്റ്. ചിലപ്പം ബോധം പോയതുപോലെ തന്നെ തോന്നും, നമ്മൾ വിളിച്ചാലൊന്നും വിളി കേൾക്കത്തില്ല. പിന്നെ മസ്കുലാർ ഹൈപ്പോട്ടോണിയ, മസിൽസൊക്കെ പിടിച്ചു നോക്കിയാൽ മസിൽസൊക്കെ അങ്ങ് ഫ്ലാബി ആയിട്ട് കിടക്കും, ഒരു ബലമില്ലാത്തതുപോലെ. പിന്നെ നമ്മൾ ഈ നീ ചെറുക്ക് ആംഗിൾ ചെറുക്ക് പോലെ റിഫ്ലക്സസ് നമ്മൾ നോക്കുമല്ലോ നീ ക്യാമറ വെച്ച്, അത് നോക്കുമ്പോൾ റിഫ്ലക്സസ് എല്ലാം കുറവായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് ആയിരിക്കും. പിന്നെ അറിയാതെ യൂറിൻ പോകും, ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ. പിന്നെ വയറ്റ് പെരിക്കോട്ടായിരിക്കും, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. പിന്നെ പരാലിറ്റിക് ഇലിയസ് എന്നൊരു കണ്ടീഷൻ. നമ്മൾ ചിലപ്പോൾ മേജർ സർജറിയൊക്കെ ചെയ്ത് 3-4 ദിവസം കഴിയുമ്പോൾ വയറിനകത്ത് അനക്കം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി നമ്മൾ ടെലസ്കോപ്പ് വെച്ച് ബൂർബോറിക് ഉണ്ടോ എന്ന് നോക്കും. അതായത് ബബിൾ സൗണ്ട്സ് ഉണ്ടാകും, ബബിൾ സൗണ്ട്സ് കാണത്തില്ല, വയറ് കയറി പെരുവും, അമിതമായി മലവ് ഇങ്ങനെ പോകും. അതായത് പരാലിറ്റിക് ഇലിയസ് എന്ന് വെച്ചാൽ ഇലിയം, അത് ഇൻഡസ്റ്റൈൻ പരാലിസ് ആയി പോകുന്ന കണ്ടീഷനാണ് പരാലിറ്റിക്. അതുകൊണ്ട് ഏത് പരാലിറ്റിക് ഇലിയസ് പേഷ്യൻറ്റിനെ കണ്ടാലും നമ്മൾ പൊട്ടാഷ്യം ലെവലിലൂടെ നോക്കണം. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ് പൊട്ടാഷ്യത്തിൻ്റെ ഒരുപാട് കൂടുതൽ മെജോറിറ്റി മസിൽസിലാണുള്ളത്. മെയിൻ പ്രോബ്ലം മസിൽസിലാണ്. വീക്ക്നെസ് ഓഫ് റെസ്പിറേറ്ററി മസിൽസ്, ശ്വാസം വലിക്കാനും വിടാനുമുള്ള ആ മസിൽസിന് ഇനാക്റ്റീവ് ആവും. അതുപോലെ അപ്പോൾ റാപ്പിഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ശ്വാസം, ഷാലോ ബ്രീത്തിങ്, ഡീപ്പ് ബ്രീത്തിങ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ മസിൽസ് വീക്ക് ആയതുകൊണ്ട് ഷാലോ എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ബ്രീത്തിങ്. ചിലപ്പം ഗ്യാസ്പ് ചെയ്യും പോലെ തോന്നും, നമ്മൾ വിചാരിക്കും പേഷ്യൻ്റ് മരിക്കാൻ പോവുകയാണ് ഗ്യാസ്പിങ്. പിന്നെ BP കുറവായിരിക്കും,
പ്രത്യേകിച്ചും ഡയസ്റ്റോളിക് ബി പി വളരെ കുറവായിരിക്കും. പക്ഷേ പൾസ് നോക്കുമ്പോൾ വലിയ സാധാരണ നമ്മൾ ബി പി കുറവുള്ള പേഷ്യൻ്റ് പൾസ് ഫ്രം ദ ഫീബിളായിരിക്കും. ഇത് പൾസ് നല്ല ബൗണ്ടിങ് പൾസായിരിക്കും, നല്ല വോളിയുള്ള പൾസായിരിക്കും. പക്ഷേ ഡയസ്റ്റോളിക് ബി പി കുറവായിരിക്കും, സിസ്റ്റോളിക് ബി പി നോർമലായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. നമ്മൾ ഹാർട്ട് ആസ്കൾട്ടേറ്റ് നോക്കിയാൽ ഒരു സിസ്റ്റോളിക് മർമർ കാണും. ഇതൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിത് ഡയഗ്നോസ് ചെയ്യാൻ ഒരു ഇ സി ജി കൂടെ എടുത്ത് നോക്കാം. ഇ സി ജിയിൽ ചില പ്രത്യേക ചേഞ്ചസ് കാണും. ഉദാഹരണം QT ഇൻ്റർവൽ പ്രൊളോങ്ങേഷൻ ഉണ്ട്. പിന്നെ ST ഡിപ്രഷൻ കാണും. നമ്മൾ ഹാർട്ട് അറ്റാക്കിനെക്കാളും ST എലിവേഷനാണ്. പിന്നെ ഇൻവേർഷൻ ഓഫ് ടി വേവ്. അപ്പോൾ ഈ ECG കണ്ടാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഹാർട്ട് അറ്റാക്കുള്ള പല ചേഞ്ചസും ഈ ഹൈപ്പോകേലിയമിയയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഹൈപ്പോകേലിയമിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടെന്നും ഇതും കൂടെ മനസ്സിൽ വെച്ചില്ലെങ്കിൽ പലപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ ഡയഗ്നോസ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ യൂറിൻ പരിശോധിച്ച് നോക്കണം. മെറ്റബോളിക് ആൽക്കലോസിൻ്റെ കണ്ടീഷൻ, അതിലാണെങ്കിൽ ആസിഡ് യൂറിനാണ്. പിന്നീട് റീനൽ ഫെയിലിയറിലുള്ള ആണെങ്കിൽ പാരഡോക്സിക്കൽ അസിഡൂറിയാണ്, ആസിഡ് യൂറിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൂടെ ഉണ്ടാകും നോക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻസുലിൻ്റെ അളവ്, ഇൻസുലിൻ സെക്രീഷൻ കുറയും. ഈ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ ഇൻസുലിൻ സെക്രീഷൻ കുറയും. അപ്പോൾ പേഷ്യൻ്റെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ വരും. പിന്നീട് ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് യൂറിനിൽ കൂടെ പോകും, ഫോസ്ഫറ്റൂറിയ. അതുപോലെ കാൽഷ്യം കൂടുതലിൻ്റെ അളവ് കുറയും. അതിൻ്റെ വാട്ടർ റിറ്റൻഷൻ വരും, അതായത് ശരീരത്തിൽ നീരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂറിനറി പൊട്ടാഷ്യം ലെസ് 20 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആയിരിക്കും ഒരു 24 hours. ഇതൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യണത്. സീറം പൊട്ടാഷ്യം നോക്കുക, അതായത് സീറം ഇലക്ട്രോലൈറ്റ്സ് നോക്കുമ്പോൾ സോഡിയവും പൊട്ടാഷ്യവും നമുക്ക് നോക്കിയെടുക്കും. അപ്പോൾ 3.5 to 5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ കുറവായിരുന്നാൽ ഹൈപ്പോകേലിയമ സസ്പെക്ട് ചെയ്യും. ഇനി കുറച്ചുകൂടെ നല്ലൊരു ടെസ്റ്റ് ഉണ്ട്. അത് പക്ഷേ നമ്മുടെ സാധാരണ ലാബിലൊന്നും ചെയ്യത്തില്ല. ട്രാൻസ്ട്യൂബുലാർ ഗ്രേഡിയൻറ്റ് പൊട്ടാഷ്യം ഗ്രേഡിയൻറ്റ്, ട്രാൻസ്ട്യൂബുലാർ പൊട്ടാഷ്യം ഗ്രേഡിയൻറ്റ് എന്നാണ് എൻ്റെ പേര്, TTKG. അത് ചില ലാബറട്ടറിയിലൊക്കെ നോക്കും. അതാണെങ്കിൽ യൂറിനറി പൊട്ടാഷ്യം 24 hours നോക്കണം. അത് കഴിഞ്ഞ് യൂറിനറി പൊട്ടാഷ്യം ഡിവൈഡഡ് ബൈ സീറം പൊട്ടാഷ്യം ഇൻറ്റു സീറം ഓസ്മോളാരിറ്റി ഡിവൈഡഡ് ബൈ യൂറിൻ ഓസ്മോളാരിറ്റി, അത് നോക്കണം. അത് കൂടുതലാണോ കുറവാണെന്ന് നോക്കണം. അതായത് 65 to 70% പൊട്ടാഷ്യം നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ട് കിഡ്നിക്കകത്ത് നെഫ്രോണിനകത്ത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു നെഫ്രോണിനകത്ത് പ്രോക്സിമൽ കോൺവല്യൂട്ട് ട്യൂബിൾ, ലൂപ്പ് ഓഫ് ഹെല്ലി, ഡിസ്റ്റൽ കോൺവല്യൂട്ട്, കളക്റ്റിംഗ് ട്യൂബിൾ, ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് പ്രോക്സിമൽ കോൺവല്യൂട്ട് ട്യൂബാണ് 65 to 70% പൊട്ടാഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നത്. 25% അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെല്ലി, ആ വളവിനെയാണ് ലൂപ്പ് ഓഫ് ഹെല്ലി എന്ന് പറയുന്നത്. അപ്പം അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെല്ലിയിലാണ് മീഡിയേറ്റഡ് ബൈ സോഡിയം പൊട്ടാഷ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും ക്ലോറൈഡിൻ്റെയും നിയന്ത്രിക്കുന്നത് കിഡ്നിയിലുള്ള ഈ നെഫ്രോൺസാണ്. അപ്പോൾ കിഡ്നി റെഗുലേറ്റ്സ് ദി പൊട്ടാഷ്യം സെക്രീഷൻ. പൊട്ടാഷ്യത്തിനെ ബ്ലഡിലെ ലെവൽ നിയന്ത്രിക്കുന്നത് കിഡ്നിക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ ഹൈപ്പോകൈലീമിയയിൽ യൂറിനറി ലോസ് ലെസ് 30 മില്ലി ഇക്വലൻസ് പെർ ഡേ ആയിരിക്കും. അതായത് 30 മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിന് താഴെ ഹൈപ്പോകൈലീമിയയിൽ യൂറിൻ ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ ഹൈപ്പർ കൈലീമിയയിലാണെങ്കിൽ 30 മില്ലിമോളിൽ കൂടുതൽ യൂറിൻ ഔട്ട്പുട്ട് കാണും. അപ്പം ഇൻ ഹൈപ്പോകൈലീമിയയിൽ TTKG ഈസ് ലെസ് 5. ഈ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് 5 താഴെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോകൈലീമിയ. ഇഫ് ഇറ്റ് ഈസ് മോർ 10 അതിൻ്റെ അർത്ഥം ആ കിഡ്നിക്കാണ് ഫെയിലുവർ നടത്തുന്നത്. കിഡ്നി ഫെയിലുവറിൻ്റെ ലക്ഷണമാണ് നടത്തുന്നത്. അതിനാണ് ഈ ട്രാൻസ് പൊട്ടാഷ്യം ഗ്രേഡിയൻറ്റ് നോക്കണം. ട്രാൻസ്ട്യൂബുലാർ പൊട്ടാഷ്യം ഗ്രേഡിയൻറ്റ് നോക്കി 5 താഴെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ, അപ്പം നമുക്ക് സീറം ഇലക്ട്രോലൈസ് നോക്കാം, ECG നോക്കാം, ട്രാൻസ് പൊട്ടാഷ്യം ഗ്രേഡിയൻറ്റ് നോക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോകൈലീമിയ ഉണ്ട് എങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് ഹൈപ്പോകൈലീമിയയുടെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ട്, ഡയറിയ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്യണം. ഡയറിയ വോമിറ്റിങ്ങിനുള്ള മരുന്നും കൊടുത്ത് ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടാഷ്യം പിന്നീട് കറക്ഷൻ ആയിക്കോളും. ഉദാഹരണം ORS വെച്ചാൽ ഓറൽ ഡീഹൈഡ്രേഷൻ, സാറിന് സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ് എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഡയറിയയ്ക്ക്. അത് കലകി കൊടുക്കുമ്പോൾ തന്നെ ഹൈപ്പോകൈലീമിയ ഡയറിയ കൊണ്ടാണെങ്കിൽ അത് മാറും. വൊമിറ്റിംഗ് ആണെങ്കിൽ വൊമിറ്റിംഗ് കൺട്രോൾ ചെയ്യണം. വൊമിറ്റിംഗ് കൺട്രോൾ ചെയ്തിട്ട് ഹൈപ്പോകൈലീമിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അപ്പം നോർമൽ ഇൻടേക്ക് എന്ന് പറയുന്നത് 60 മൈക്രോമോൾ പെർ ലിറ്ററാണ്.
ഈ മൈക്രോ ഈക്വലൻ്റ് പൊട്ടാഷ്യത്തെ സംബന്ധിച്ചിടത്തോളം സെയിമാണ്. പിന്നീട് നോർമൽ ഇൻടേക്ക് എന്നുള്ളത് 60 മില്ലിമോൾസ് പെർ ലിറ്ററാണ്. ഈ കാർഡിയാക് പേഷ്യൻസ്, അതായത് ഹാർട്ട് പേഷ്യൻസ്, പിന്നെ ലോങ് ആയിട്ട് ഡയൂററ്റിക്സ് കഴിക്കുന്ന ആളുകൾ, ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ഒരു മരുന്നാണ്. അത് കഴിക്കുന്നവർക്ക് സ്റ്റീറോയിഡ് മരുന്ന്, ഇപ്പോൾ ആസ്മ പേഷ്യൻ്റൊക്കെ സ്റ്റീറോയിഡ് സ്ഥിരമായിട്ട് കഴിക്കും. ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻറ്റിന് ഇവർക്കെല്ലാം കുറച്ചുകൂടെ പൊട്ടാഷ്യം വേണം. കാര്യം പൊട്ടാഷ്യം ടോക്സിറ്റി, ഹൈപ്പോകാലിയമി ഉണ്ടെങ്കിൽ വെൻട്രിക്കുലാർ ഫിബ്രിലേഷനും അരിത്മിയാസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് പൊട്ടാഷ്യം സാധാരണ ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടുതൽ വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സീറം ഇലക്ട്രോലൈറ്റ്സ് 3.5 to 5 മൈക്രോമോൾസ് എന്ന് പറഞ്ഞാലും അത് അങ്ങനെ 1 മില്ലിമോൾസ് ഓഫ് സീറം പൊട്ടാഷ്യം ഈസ് ഈക്വൽ ടു 200 to 400 മില്ലിമോൾസ് ഓഫ് ബോഡി പൊട്ടാഷ്യം. ടോട്ടൽ ബോഡി പൊട്ടാസ്യം 200 to 400 മില്ലിമോൾസ് ആകുമ്പോഴാണ് 1 മില്ലിമീറ്റർ ഇക്വലൻ്റ് ടു സീറോ ഇലക്ട്രോ. അപ്പം 4.5 മില്ലിമോൾ ആകുമ്പോൾ അതിനെ 4 കൊണ്ട് ഗുണിക്കണം. ഇനി ഓറൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം പൊട്ടാഷ്യം തന്നെ 2 തരത്തിൽ കൊടുക്കാം. ഓറൽ റൂട്ടിൽ കൂടെ, അപ്പോൾ സിവിയർ വൊമിറ്റിംഗ് ആണ്, ഓറലായിട്ട് മരുന്നുകളൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻ്റാണെങ്കിൽ IV കൊടുക്കണം. അപ്പോൾ ഓറൽ റൂട്ടാണ് പ്രിഫറബിൾ. കാര്യം IV കൊടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർട്ട് ഓപ്പറേഷന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പം ഈ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുക പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ മരുന്ന് ഈ ഹാർട്ടിനകത്ത് ഇഞ്ചെക്ട് ചെയ്താൽ ഹാർട്ട് നിന്ന് പോകും, ഹാർട്ട് നിൽക്കും. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പൊട്ടാഷ്യം ക്ലോറൈഡ് നമ്മൾ IV ആയിട്ട്, പൊട്ടാഷ്യം കണ്ടെയ്നിങ് ലിക്വിഡ് IV ആയിട്ട് ബോളസ് ആയിട്ട് ചുമ്മാ ഇങ്ങനെ IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആണ്. ചിലപ്പോൾ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ കാർഡിയാക് അറസ്റ്റ്. അതുകൊണ്ട് അത് ഇൻഫ്യൂഷൻ വഴി വളരെ സ്ലോ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ തന്നെ എഫർവസൻ്റ് ടാബ്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് കൊടുത്താൽ മതി. അപ്പോൾ ചില സിവിയർ ഡയറിയ വോമിറ്റിങ്ങുള്ള പേഷ്യൻറ്റ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് പേഷ്യൻറ്റ്, കഴിക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പൊട്ടാഷ്യം IV ഇൻഫ്യൂഷൻ കൊടുക്കണം. അത് 10 മൈക്രോമോൾസ് പെർ അവറിലേ കൊടുക്കാവുള്ളൂ. അത് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യം വേണം, IC യൂണിറ്റ് ഫെസിലിറ്റി വേണം, റെസ്പിറേറ്ററി വെൻറ്റിലേറ്ററിൻ്റെ സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ പൊട്ടാഷ്യം ക്ലോറൈഡ് IV ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ചുമ്മാ വാടി കിടക്കുന്ന പേഷ്യൻറ്റിന് പൊട്ടാഷ്യം ക്ലോറൈഡ് IV ഇൻഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല. ഇനി വേറൊരു രീതിയിലാണെങ്കിൽ, അതായത് 100 മില്ലി ഈക്വലൻസ് ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ് ഇൻ 1000 ml ഓഫ് നോർമൽ സെലൈൻ ഇൻ 10 to 12 hours അങ്ങനെയാണ് കൊടുക്കുന്നത്. അതായത് 100 മില്ലി ഈക്വലൻസ് പൊട്ടാഷ്യം ക്ലോറൈഡ് 1000 ml നോർമൽ സെലൈനകത്ത്, അതായത് 2 പൈൻറ്റ് ഫുഡിനകത്ത് 10 തൊട്ട് 12 മണിക്കൂർ കൊണ്ട് അത്ര സ്ലോ ആയിട്ട് കൊടുക്കണം. അപ്പം വെൻറ്റിലേറ്ററി സപ്പോർട്ട് വേണം, അതായത് വെൻറ്റിലേറ്ററിൻ്റെ ഫെസിലിറ്റി വേണം. പേഷ്യൻറ്റിന് കാർഡിയാക് അറസ്റ്റോ റെസ്പിറേറ്ററി അറസ്റ്റോ വന്നാൽ മാനേജ് ചെയ്യാനുള്ള സൗകര്യമുള്ള ആശുപത്രി മാത്രമേ കൊടുക്കാവൂ. ഇനി നമ്മൾ ഇത്രയും കൊടുത്ത് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും സോഡിയം പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ നോക്കുമ്പോൾ കുറവില്ലെങ്കിൽ, കൂടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റിന് ഹൈപ്പോ മഗ്നീസീമിയം കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ IV മഗ്നീഷ്യം കൂടെ കൊടുക്കാം. അത് ഓറലി ആയിട്ട് കൊടുക്കാം, ഓറൽ മഗ്നീഷ്യം ആയിട്ടും കൊടുക്കാം, IV ആയിട്ടും കൊടുക്കാം. ഇനി വേറൊന്ന് പറയട്ടെ, ഹൈപ്പോകാലിയമി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് അത്ര വലിയ പാടൊന്നുമില്ല. ഇപ്പം ഇവിടുത്തെ സീറം പൊട്ടാഷ്യം, അതായത് സീറം പൊട്ടാഷ്യം 3 to 4 മില്ലിമോൾസ്, അതായത് 3 ഉണ്ട്, അല്ലെങ്കിൽ 3 or 3.2 ഒക്കെ ആണെങ്കിൽ 3.5 ആണ്. അല്പം കുറവാണെങ്കിൽ നമ്മൾ ഓറലായിട്ട് ഫ്രൂട്ട്സ് കൊടുത്താലും മതി. അതിനൊരു അഗ്രസീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പേഷ്യൻറ്റിന് വല്ല പഴച്ചാറോ പഴത്തിൻ്റെ ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കൊടുത്തിട്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പാല് കുടിച്ചാൽ മതി കൊടുക്കും. പിന്നെ എന്തെങ്കിലും കോസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇനി ഈ ഹൈപ്പോകാലിയമേനെ 2 തരത്തിലുണ്ട്. ആൽക്കലോസിസ് ആയിട്ടും വരാം, അസിഡോസിസ് ആയിട്ടും വരാം. അപ്പം ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്താൽ. പൊട്ടാഷ്യം ആൽക്കലോസിലാണെങ്കിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ഓറലി എഫർവസൻ്റ് ടാബ്ലറ്റ്, അതായത് 20 to 40 മൈക്രോമോൾസ് 4 times ഡെയിലി കൊടുക്കാം. 2 gram ടാബ്ലറ്റ് വാങ്ങിക്കാം, 2 gram ടാബ്ലറ്റ് വാങ്ങിക്കാം. ഇനി അസിഡോസിസ് കൊണ്ടുള്ള ഹൈപ്പോകാലിയമി ആണെങ്കിൽ പൊട്ടാഷ്യം ബൈകാർബണേറ്റ്, പൊട്ടാഷ്യം സിട്രേറ്റ് ഒക്കെ ഉള്ള ORS കൊടുക്കാം. അപ്പം എന്തായാലും ഹൈപ്പോകാലിയമിയെ പറ്റി ഒരു കണ്ടീഷൻ ഉണ്ടെന്നും അത് വളരെ കോമൺ ആണെന്നും, പ്രത്യേകിച്ച് പ്രായമായ ആൾക്ക് പോസ്റ്റ് സർജിക്കൽ അല്ലാത്ത മെഡിക്കൽ പരമായ ഒരുപാട് കണ്ടീഷനിൽ ഹൈപ്പോകാലിയമി വരാമെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമ്മൾ പേഷ്യൻറ്റിന് സ്ട്രോക്ക് ആണെന്നോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്നോ മറ്റ് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ആണെന്ന് സംശയിക്കുന്നതിനൊപ്പം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണോ എന്ന് കൂടി നോക്കണം. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കോമൺ ആണ്. അതിന് വളരെ സിമ്പിളായിട്ട് 0 ഇലക്ട്രോലൈറ്റ്സ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ECG ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും.
അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. ആദ്യം ആ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കുക. രണ്ടാമത് പിന്നീട് ഈ ഹൈപ്പോകലീമിയ കളക്ട് ചെയ്യുക. ഇത്രയാണ് എനിക്ക് പൊട്ടാഷ്യം സപ്ലിമെൻറ്റിനെ പറ്റി, പൊട്ടാഷ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ കുറവിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഇൻട്രാ സെല്ലുലാറാണ് 98%, മസിൽസിലാണ് കൂടുതലും ഇരിക്കുന്നത്. നമ്മൾ കാൽഷ്യം പറഞ്ഞിട്ട് കാൽഷ്യം ഏറ്റവും കൂടുതലുള്ളത് ബോണിലാണ്, അതേപോലെ ഈ മസിൽസിലുള്ളതാണ് പൊട്ടാഷ്യം. എൻ്റെ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ സബ്സ്ക്രിപ്ഷൻ്റെ അപ്പുറത്തൊരു ബെൽ ബട്ടണുണ്ട്, അത് അമർത്തിയാൽ പിന്നീട് എൻ്റെ പുതിയ വീഡിയോസിൽ നിന്ന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. താങ്ക് യു വെരി മച്ച്.